Hi, good evening all. Welcome to yet another live session from Let's Subject Language Academy. അപ്പോൾ മറ്റൊരു ലൈവ് സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എക്സാം ലൈവ് സെഷൻ. യെസ്. സോ എപ്പോഴും ഉള്ള പോലെ തന്നെ എക്സാമിന് മുന്നേ നമ്മൾ ഒരു റാപ്പ് അപ്പ് സെഷൻ ആണ് അല്ലേ? നമ്മളെല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവുന്ന ഒരു സെഷൻ ആണ്. പഠിക്കുന്ന സെഷൻ അല്ല. അതെ. Because it is just meant for because it is mainly focused for exam batch students or exam students who have exam tomorrow. എല്ലാ എക്സാമിന് മുമ്പും പരമാവധി നമ്മൾ ചെയ്യുന്ന ലൈവ് സെഷൻ ആണ്. സോ നാളെ നമുക്കൊരു OET എക്സാം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡേ ആണ്. February 24th, 2024 another examination day. സോ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വീണ്ടും നമ്മൾ പലരും എക്സാം എഴുതാൻ പോവുകയാണ്. ആൻഡ് ഈ ഒരു സെഷൻ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ലൈവ് സെഷൻ്റെ ഭാഗമായി ഫസ്റ്റ് ടൈം കാണുന്ന കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ലെറ്റ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും എന്തും ആയിക്കോട്ടെ, നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഫുൾ കോൺഫിഡൻസോടുകൂടി തന്നെ പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഒരു സെഷൻ പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നോട്ട് ദാറ്റ് ഹാപ്പനിങ് ടു OET IELTS നമുക്ക് സംഭവിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ ലാസ്റ്റ് മിനിറ്റ് ബുക്കൊക്കെ തുറന്ന് ഇങ്ങനെ വായിച്ചിട്ട് കയറും. ആൻഡ് വെൻ ആഫ്റ്റർ കമ്മിങ് ബാക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറയും വായിച്ചത് നന്നായി, അതിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. അത് നമ്മൾ മറക്കത്തില്ല. പെട്ടെന്നാണെങ്കിലും ആ ഒരു വായന എന്ന് പറയുന്നത് നമ്മൾ മറക്കത്തില്ല. സോ സിമിലർലി ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നേരത്തെ അവരെടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എക്സാം ലൈവ് സെഷൻ സോ ഇമ്പോർട്ടൻറ്റ്, അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈവ് സെഷൻ റൈറ്റിംഗിന്റെ ആയാലും സ്പീക്കിങ്ങിന്റെ ആയാലും സ്റ്റുഡൻസ് നമ്പർ ഇട്ട് 37 കാർഡ്സ് ഉണ്ട്. ഇപ്പം ഫേസ്ബുക്കിൽ നമ്മളെക്കാളും നന്നായിട്ട് സ്റ്റുഡൻസ് പറയാറുണ്ട് ഇപ്പോൾ സോഫാർ ഫേസ്ബുക്കിൽ 37 കാർഡ്സ് ഉണ്ട്. അതിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, 2 വീക്സ് കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് സ്റ്റുഡൻസ് ഓർത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ റീഡിങ്ങിന്റെ സെഷൻ വന്നിട്ട് കുറച്ച് നാളായി, ആൻഡ് ലിസണിങ്ങിന്റെ സെഷൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കാരണത്താൽ ഡിലേ ആയി കഴിഞ്ഞാൽ ദർ ആർ സ്റ്റുഡൻസ്, ഐ മീൻ ലെറ്റ് മീ ടെൽ യു, അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരാവണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയാ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് വരുന്നുണ്ട്. അങ്ങനെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ബേസിക്കലി ആസ് എ ട്രെയിനേഴ്സ്, ഒരു ടീച്ചർ, ഒരു ട്രൂ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം. യെസ്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്കും കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നും. Yeah, that's so important and that is so refreshing. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു QA സെഷൻ ആണ്. നമ്മൾ ഒരു പ്രസന്റേഷനുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇൻസ്റ്റെഡ് വി ആർ ഹിയർ ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. OET പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ നാളെ എക്സാം ഉള്ള കുട്ടികൾ ആവണമെന്ന് നിർബന്ധമില്ല. എസ്പെഷ്യലി നാളെ എക്സാമിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ സെഷൻ വച്ചിരിക്കുന്നതെങ്കിലും ഇന്ന് നിയർ ബൈ എല്ലാ 2 വീക്സിലും നമുക്ക് OET എക്സാമിനേഷൻ ഉണ്ട്. സോ നിയർ ബൈ മന്ത്സ് ആയിക്കോട്ടെ, വീക്സ് ആയിക്കോട്ടെ, ഡേയ്സ് ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും തന്നെ OET എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പല ഡൗട്ടുകളും, പല കുട്ടികളുടെ ഡൗട്ടുകളായിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിൽ ക്യാരി ചെയ്യുന്ന ഡൗട്ട്സ് ആയിക്കോട്ടെ, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. അതുപോലെ വാട്ട് ഓൾ യു ഹാവ് ടു ഡു ഇസ് ഇവിടെ കമൻറ്റ് ബോക്സിൽ ബി ഇറ്റ് റിഗാർഡിങ് ലിസണിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് മൊഡ്യൂളിനെ പറ്റി എന്ത് ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വി വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. അതർവൈസ് നമ്മളത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ. So Grishma, hi, good evening. Atulya, good evening. Lima, nice to see you, Lima, here. Sona, good evening. And Shiva, good evening. So ബിഫോർ വി സ്റ്റാർട്ട്, നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആൻഡ് എല്ലാവരിലും പൊതുവെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണാറുണ്ട്. സോ ആ സ്റ്റാർട്ടിങ് ട്രബിൾ അവസാനിപ്പിച്ചു കൊടുക്കുന്നത് പൊതുവെ ഞാനാണ്. Okay, so I will start with the questions and then as always you can carry it forward. Definitely. Yes. So writing in എപ്പോഴും ഞാൻ കേൾക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടു പ്രെഡിക്റ്റ് എന്നുള്ളത്. അതിന് ഒരു എക്സാമിനും അതിന്
പുതുമയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാച്ചുറലി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പം അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ കൂടെ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? because that's really a relevant question എനിക്ക് പറയാം. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാം OET ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കാംസ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്കാംസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. we do not know how far it is truth, പക്ഷേ ഇറ്റ് ഈസ് ട്രൂത്ത്. ലൈക്ക് എത്ര വട്ടം അത് ഫ്ലാഷ് ആയിട്ടുണ്ട്, എത്ര എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് മിനിറ്റ് ഫ്ലാഷ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് മിനിറ്റ് OETക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അതിനകത്ത് ഇനി നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് തോന്നുന്നു. ഇറ്റ്സ് എ വെരി ട്രൂത്ത്. പരസ്യമായ രഹസ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ OETയിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗൾഫ് രാജ്യങ്ങളിലിരുന്ന കുട്ടികളായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വെച്ചിട്ടായിരുന്നു അവർ എൻ്റയർ OET എക്സാമിനേഷൻ നടത്തിയിരുന്നത്. സോ അത് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നതിന് ഇപ്പം അങ്ങനെ നടത്തിയപ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അവരിപ്പോൾ പല മൾട്ടിപ്പിൾ സെറ്റ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് 2 എക്സാമിനേഷൻ February 10th ആയിക്കോട്ടെ, there were 3 question types. ഇപ്പോൾ റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ there was a question written to rehab center, there was a letter written to a diabetic nurse, and there was one more case on which I exactly don't remember. അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ ആണെങ്കിൽ പോലും 3 ക്വസ്റ്റ്യൻ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ പറയുന്നത് പോലെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ എല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നതെങ്കിൽ they are very sure of that question paper, അല്ലേ? യെസ്, അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊന്ന് ഈ ഒരു സ്കാമിനൊക്കെ ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് OETയുടെ ഭാഗത്തു നിന്നുള്ള ഒരു Jan 27th എക്സാം ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. 2 both the letters were non-case letters, both the letters were written to patient's doctor, but both the letters context ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം തീർച്ചയായിട്ടും. എനിക്ക് ഇന്നും കൂടെ അവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് February 10th ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ടും ഈ ആഴ്ച ത്രൂ ഔട്ട് അവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഈ February 10th Jan 27th ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു എക്സാമിനേഷനും പല സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ ആക്ച്വലി മാം ചോദിച്ചൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി വി കനോട്ട് പ്രഡിക്റ്റ്. ഇപ്പം കഴിഞ്ഞ എക്സാമിനേഷൻ നോൺ കേസ് ലെറ്റർ ഉണ്ടായിരുന്നു, റീഹാബ് സെന്ററിലേക്ക് റെഫർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Non-case, that was the third question. Now there was a non-case letter, there was a letter to rehab center, there was a letter to diabetic nurse. So ഇത് എവിടെ ആർക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ എല്ലാ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡീഡ് ആൻ ആൻസർ എന്ന് പറയുന്നത്. സോ ലൈക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചിട്ട് നമുക്കൊരു പാറ്റേൺ പൊതുവേ ഇല്ല. മൾട്ടിപ്പിൾ ടൈംസ് ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് എ സഡൻ അതിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുവേ നമുക്കൊരു പാറ്റേൺ ഇല്ല. ഇൻഫാക്ട് അതിനോട് അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, 3 ക്വസ്റ്റ്യൻസ് വരെ ഒരു എക്സാമിനേഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് സംതിങ് ദറ്റ് യു നീഡ് ടു നോട്ട് ഡൗൺ. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ്സ് ആണ് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ മെറ്റീരിയൽസ് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് എക്സാം ബേസ്ഡ് അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ കിട്ടുകയാണെന്നുള്ളത് സന്തോഷം. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിന്. അപ്പൊ ആ ഒരു ചോദ്യവുമായിട്ട് മുന്നോട്ട് നിന്നവർക്ക് എല്ലാവർക്കും ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് ഷുവർ ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്പീക്കിംഗ് നിങ്ങൾക്ക് എളുപ്പമാവും. ഇപ്പം നിങ്ങൾ സ്പീക്കിംഗ് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ സ്പീക്കിംഗ്, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എക്സാമിന് റെഡി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇരിക്കുന്നതിന് മുന്നേ തന്നെ ഏത് കാർഡ് കിട്ടിയാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതോ നിങ്ങൾ അവിടെ ചെന്നിട്ട് കാർഡിനനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയാണോ? നിങ്ങൾ അവിടെ ചെന്നിട്ട് കാർഡ് നോക്കിയിട്ട് എങ്ങനെയാണെന്നനുസരിച്ച് അപ്പോൾ ഇംപ്രൊവൈസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ then your preparation is somewhere lacking എന്നുള്ളതാണ്. കാരണം I can tell you, those who are writing for the examination, പുതുതായിട്ട് നോക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ആണ് നമുക്ക് OET തരുന്നത്. നോൺ കേസ് അൺനോൺ കേസ് നിങ്ങൾ ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നേഴ്സ് ചെന്ന് പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യുന്ന സിനാരിയോ ഉണ്ട്, പേഷ്യൻറ്റ് ചെന്ന് നേഴ്സിനെ വിസിറ്റ് ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. ഈ 2 സിനാരിയോയിൽ പേഷ്യൻറ്റ് നേഴ്സിനെ വന്ന് വിസിറ്റ് ചെയ്യുന്നതിൽ തന്നെ നോണും ഉണ്ട് അൺനോണും ഉണ്ട്. പിന്നെ ഒരു ജസ്റ്റ് എക്സാമിൻ കേസ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് വെക്കാം.
അത് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഹൗ ടു സ്റ്റാർട്ട് എന്നുള്ളത്, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മൾ പെറുക്കി പറയേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഒരു സ്പീക്കിംഗ് കാൻഡിഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ട്രെയിൻഡ് ആണോ, എനിക്ക് അവിടെ ചെന്നിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് വേണോ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ, അതാവരുത്. You have to be thorough with the speaking introductions. ഇനി ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can just go back and see our speaking discussion sessions. ഒരു 37 cards ഉണ്ട്. And I'm repeatedly saying this, I mean, ഞാൻ എല്ലാ ലൈവ് സെഷൻസിലും പറയുന്നതാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ സ്പീക്കിംഗ് കാർഡ്സിന്റെ ആ സെഷൻസ് കണ്ടിട്ട് എക്സാമിനേഷന് പോവാം. തിരിച്ചു വന്നിട്ട് അത് കാണണ്ടായിരുന്നു എന്നൊന്നും പറയത്തില്ല, നിങ്ങൾക്കത് ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുകയേ ചെയ്യത്തുള്ളൂ. സോ 37 ഓളം കാർഡ്സ് ഉണ്ട്. ഒരു 10-20 നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് എത്രയാണ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആവാണ്ട് നിങ്ങൾക്ക് എത്രയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഒന്ന് കണ്ടിട്ട് പോവുക. അത് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു. ലൈക്ക് ഞാൻ പറയാറുള്ളത്, എ സിംഗിൾ വേർഡ് പോലും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കാണില്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ട്രെയിനിങ് ആൻഡ് സ്പീക്കിംഗ് കാർഡ്സ് ദറ്റ് യു ഡു നോട്ട് സീ എനി സിംഗിൾ വേർഡ് ദറ്റ് ഇസ് ഡിഫറെൻ്റ് ഓർ അൺനോൺ ടു യു. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായ പ്രാക്ടീസ് ഉണ്ടാവണം. ഞാൻ ചിലപ്പോൾ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഈ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചോ, ഇത് പല കാർഡുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടല്ലോ. സോ വൈ ഡോണ്ട് യു ഫിക്സ് എ സെൻറ്റൻസ് ദെയർ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചുകൂടാ? ലൈക്ക് ഐ തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഹാൻഡിൽ ലാംഗ്വേജ് വെൽ, എനിക്ക് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബട്ട് സ്റ്റിൽ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് സെഷൻ ഐ ഹാവ് എ സർട്ടൻ സെൻറ്റൻസസ് വിച്ച് ഐ ഫിക്സ്ഡ് in my hand. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവൈസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് നൺ ഡസൻറ്റ് വർക്ക് ഓർ വാട്ട് മൈറ്റ് ബി ദ സിറ്റുവേഷൻ, എന്തായിരിക്കും ആ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇഫ് ഐ പാനിക് ഇൻ ബിറ്റ്വീൻ, ലൈക്ക് ഐ ഹാവ് സംതിങ് ടു റിസോർട്ട് ടു, എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയാൻ എന്തെങ്കിലുമൊക്കെ വേണം. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് പ്രിപ്പറേഷൻ. ഇസ് ചുമ്മാ കാർഡുകൾ ചെയ്തു പോകുന്നു അങ്ങനെയല്ല. നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ്ങിലൂടെ പോകുമ്പോഴാണ് അതിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ്, ലുക്ക് ഇൻ ടു ദാറ്റ് വെരി ക്ലിയർലി. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്, സ്പീക്കിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊരു ഐഡിയ തന്നിട്ടുണ്ട്. സോ ഗോ വിത്ത് ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. റൈറ്റിങ്ങിനെ പറ്റി ചെറിയൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റിനെ പറ്റി സംസാരിച്ചു, സ്പീക്കിങ്ങിനെ പറ്റി സംസാരിച്ചു. എനിക്ക് നമ്മൾ കൂടുതലും റൈറ്റിംഗ് സ്പീക്കിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോഴും there are 2 other modules still left, അല്ലേ? റീഡിങ് ആൻഡ് ലിസണിങ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ പേടിപ്പെടുത്തുന്ന 2 മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൂടുതലും പേരും പറയാൻ പോകുന്നത് ഒരു പക്ഷേ റീഡിങ് ലിസണിങ് ആയിരിക്കാം. റൈറ്റിംഗ് സ്പീക്കിംഗ് ഡെഫിനറ്റ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ, പഠിക്കാതെ, പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ, നല്ല മെറ്റീരിയൽ ചെയ്യാതെ പോകാതെ നമുക്ക് എന്തായാലും ആ സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു റീഡിങ് ലിസണിങ്ങിൽ നല്ലൊരു രീതിയിൽ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വാട്ട് ഡു യു തിങ്ക്? ലിസണിങ് എടുക്കുകയാണെങ്കിൽ ലിസണിങ് മൊഡ്യൂളിൽ എന്തായിരിക്കും? ഇപ്പൊ നാളെ എക്സാം ആണ്, സ്റ്റിൽ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്. സ്റ്റുഡൻസിനോട് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നാളത്തെ. ഇപ്പൊ ലിസണിങ്ങിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഞാൻ പല സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് ആ സെറ്റ് ഓഫ് ആൻസേഴ്സ് എനിക്ക് 100% ഉറപ്പാണ്, എനിക്ക് ഷുവറാണ്, ഞാൻ എക്സാമിന് ഇറങ്ങുന്നത് വരെ ഞാൻ ഡബിൾ ചെക്ക് ചെയ്തതാണ്, കറക്റ്റാണ്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്കോർ ഇല്ല. സോ ഇത് സംതിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് വിത്ത് ദിസ് OET. എൻ്റെ സ്കോർ ഇത്രയും കുറയേണ്ടതല്ല. യു നോ വാട്ട്, ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ സ്റ്റുഡൻസുമായിട്ട് ലിസണിങ് ഒക്കെ ചെയ്ത് അവരുടെ കറക്ഷൻസ് ഒക്കെ ചെയ്തപ്പോൾ വാട്ട് ഐ ഐഡന്റിഫൈഡ് ഇസ് ലൈക്ക് ഭയങ്കര സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഓക്കെ, പ്ലൂറൽ എഴുതേണ്ടടുത്ത് എസ് ഇല്ല. ആർട്ടിക്കിൾസിന്റെ പ്രശ്നം വരും. ആർട്ടിക്കിൾസിന്റെ പ്രശ്നം ഓപ്ഷനിലാണെങ്കിൽ പോലും there are certain areas that demands it. അപ്പോൾ ആർട്ടിക്കിൾസിന്റെ പ്രശ്നം വരുന്നു, പ്ലൂറൽ ഫോംസിന്റെ പ്രശ്നം വരുന്നു. സ്പെല്ലിംഗ് ഇസ് മാനേജബിൾ ഓൺലി വെൻ ഇഫ് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ടേം. ഒരു ടെക്നിക്കൽ ടേം ആകുമ്പോഴാണ് സ്പെല്ലിംഗ് എറേഴ്സ് വന്നാൽ അവർ മൈൻഡ് ചെയ്യാത്തത്. എസ്പെഷ്യലി ചില ടഫ് ആയിട്ടുള്ള കണ്ടീഷൻ നെയിംസ് വരാൻ നേരത്ത് അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, എറർ, സ്ലൈറ്റ് മിസ്റ്റേക്സ് വന്നാലൊന്നും ഒരു പ്രശ്നവും. പക്ഷെ ഐബുപ്രൂഫിൻ നിങ്ങൾ ലിസണിങ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം, ഇത് എത്ര വട്ടം എത്ര സെഷൻസിൽ പെയിന് വേണ്ടി കഴിക്കുന്നു, പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര വട്ടം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഐബുപ്രൂഫിൻ എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് തെറ്റിക്കുന്നവരുണ്ട്. സോ വ്യൂ ദിസ്, നിങ്ങൾ മനസ്സിലായതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അയ്യോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ. സോ ദീസ് ആർ ദ തിങ്സ്. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ സ്പെൽ ചെക്ക്, ഡിക്റ്റേഷൻസ് ഇടണം ഉറപ്പായിട്ടും. വേർഡ്സ് ഡിക്റ്റേഷൻസ് ഇടണം. ഞാൻ പറയാറുണ്ട്, ഒന്നും വിചാരിക്കണ്ട, നിങ്ങൾ ഇമ്പോസിഷൻസ് എഴുതിക്കോളൂ, അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഒരു വേർഡിന്റെ മീൻസ് ഇത് അറിയത്തില്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനമല്ലേ. ഇനി പെയിൻ തന്നെ വേറെ ഡിഫറൻസ്, ഐ മീൻ
സിനോണിംസ് യൂസ് ടു എക്സ്പ്ലെയിൻ പെയിൻ, അതൊക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ വൊക്കാബുലറി ആയിട്ട് ഫെമിലിയറൈസ് ചെയ്യുകയാണ്. ഇനി എന്തൊക്കെ ആൻസേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്? ഇറ്റ് മൈറ്റ് ബി എ കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ പെയിൻ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിന്റെ പേരായിരിക്കും, ലൈക്ക് MRI സ്കാൻ, ആ രീതിയിലുള്ള ടെസ്റ്റിന്റെ പേരായിരിക്കും. അതും അല്ലെങ്കിൽ ആക്ടിവിറ്റി, സ്പോർട്സ് ഓർ ഹോബീസ് അങ്ങനെ പറയുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ വാക്കിംഗ്, ഡ്രൈവിംഗ്, അങ്ങനെയുള്ള സ്ക്വാട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. മെഡിക്കേഷൻസ് ആയിരിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹോം റെമഡീസ് പോലെ കംപ്രാഷൻ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ ഐസ് പാക്സ്, ഇങ്ങനെയുള്ള കാര്യം. ഇത്ര വളരെ ലിമിറ്റഡ് ആണ് നമ്മുടെ ആൻസേഴ്സ്. നമ്മുടെ ആൻസർ കീ എന്ന് പറയുന്നത് ഇത്രയും ലിമിറ്റഡ് ആണ്. ഇതിനകത്ത് എസിഡിന്റെ ഏരിയാസ് നമുക്കറിയാം, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ എസിഡിന്റെ ഏരിയാസ് നമുക്കറിയാം. ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമുക്ക് മാർക്സ് കുറയുന്നത്. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് ഫസ്റ്റ് നമ്മൾ എക്സാമിന് മുന്നേ തന്നെ നമ്മൾ ഗെസ് ചെയ്യുക കാര്യങ്ങൾ, ഏതൊക്കെ ആൻസേഴ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നിങ്ങൾ ഗെസ് ചെയ്യുക. ലിസ്ണിംഗ് കേട്ട് പോകുമ്പോൾ നമ്മൾ ഫിനിഷ് ആയ ഏരിയ ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഷുവർ ആണ് നമ്മൾ ഒരു ബ്ലാങ്ക് സ്പേസിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ആ ബ്ലാങ്ക് സ്പേസ് പോയി 3 അടുപ്പിച്ച് പോയിട്ടുണ്ടാവും. നമ്മൾ അപ്പോഴാണ് അവിടെ സ്റ്റക്കാണ്. 3 അടുപ്പിച്ച് മാറി കഴിയുമ്പോഴാണ് അയ്യോ തീർന്നു പോയോ എന്നാണ് വിചാരിക്കണേ. സോ ലിസണിങ് ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ടിക്ക് ചെയ്ത് പോവാം. അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് പോവാം. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു ഐഡന്റിഫൈ ദാറ്റ് ഇതിങ്ങനെ സെന്റൻസ് കഴിഞ്ഞ് പോവാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. സോ ദർ ആർ ലോട്ട് ടു സ്പീക്ക് അബൌട്ട് ലിസണിങ്. നമുക്കിതൊക്കെ ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇവിടെ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് എന്ന് വെച്ചാൽ 5 ചോദിച്ചിരിക്കുന്നു. ഹൈ സാർ, റീഡിംഗ് മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 to 14 ആൻസർ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? ഓക്കെ, ആക്ച്വലി ദർ ഇസ് എ ഡൗട്ട് ദറ്റ് ഈവൻ ഇത് ലിസണിങ്ങിനുള്ള ഒരു സംശയമാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങളോട് ഞാൻ ഓൾ ഓഫ് എ സഡൻ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനോട് പറയുന്നത് ഫുൾ ക്യാപിറ്റൽ ആക്കൂ. ദർ ഇസ് എ റൂൾ ദറ്റ് OET ഹാസ് അക്സെപ്റ്റഡ്. IELTS ഉള്ളതാണ്, IELTS പറയേണ്ട ആവശ്യമില്ല, ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. അപ്പൊ കുറച്ച് സ്റ്റുഡൻസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതി വരുമ്പോൾ ക്യാപിറ്റൽ സ്പെല്ലിംഗ് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് സ്മോൾ ലെറ്റർ ചെയ്തിട്ട് റബ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാക്കും. അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. ഇനി സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ ആദ്യത്തെ എല്ലാം വരുമ്പോൾ അങ്ങനെയല്ല. ഫസ്റ്റ് പാർട്ടിൽ ഇപ്പൊ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, മുകളിൽ കിടക്കുന്ന ആ പ്രിന്റഡ് ആയിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് അത് സ്റ്റാർട്ടിങ് സ്മോൾ ലെറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില പേരുകൾ വരുമ്പോൾ ഇറ്റ് ഇസ് ഇംഗ്ലീഷ് റൂൾ അല്ലേ, അതൊരു ഇംഗ്ലീഷ് റൂളാണ്. നമ്മൾ ഫസ്റ്റ് ഇപ്പൊ പ്രിയങ്ക എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഏത് സെന്റൻസിന്റെ എവിടെ വന്നാലും ആദ്യം വന്നാലും അവസാനം വന്നാലും എൻ്റെ P ക്യാപിറ്റൽ ആയിരിക്കണം. നൗൺസ് എഴുതാൻ നേരത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ദാറ്റ്സ് ആക്ച്വലി name of person, name of place, name of institutes, certain medications, brand names വരാൻ നേരത്ത് certain medical conditions, exactly, months, weeks, ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അപ്പൊ അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ക്യാപിറ്റൽസ് തന്നെ യൂസ് ചെയ്യണം. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. സോ വൈ ഡു വി മേക്ക് ദിസ് കൺഫ്യൂഷൻ? അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇനിയുള്ള സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ ആക്കുക. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യും. ഇപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലേ. അപ്പൊ നിങ്ങൾ എഴുതി ഏതാണോ കംഫർട്ടബിൾ പിന്നെ റബ് ചെയ്തിട്ട് ഫുൾ ക്യാപിറ്റലിലാക്കും. അപ്പൊ നിങ്ങൾക്ക് അഷ്യോർഡ് ആയിട്ടിരിക്കും. ഓക്കെ ഫൈൻ. ദെൻ ദർ ഇസ് അനദർ. Sir, if there is no age, only DOB, then need reference in intro. So basically there is no such rule to write age as reference in the introduction. But you do not have to worry, Bindu. Definitely they will provide both date of birth as well as age in bracket. That is how official case notes are formed. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ കേസ് നോട്ട്സ് ഒരു പക്ഷേ ഉണ്ടാകുന്നില്ല. പക്ഷെ ഒഫീഷ്യൽ കേസ് നോട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ DOB will be given and in bracket they will give it like for if the patient's age is 67 years old, YO അവർ കൃത്യമായിട്ട് തന്നിരിക്കും. So you don't have to worry about that. And if you are writing an unknown case letter, definitely you can use age as a reference. അത് എഴുതിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷെ എഴുതി കഴിഞ്ഞാൽ it will be an added advantage. Because basically our aim is to impress. അപ്പോൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഏജ് റിട്ടൺ ഇൻ നോൺ കേസ്. ഇസ് ദാറ്റ് റെലവെന്റ്? ആക്ച്വലി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നോൺ കേസിൽ ഏജ് എഴുതുന്നതായിട്ട് കണ്ടിട്ട് ഇപ്പൊ ഈ DOBയുടെ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത്. ആക്ച്വലി ആവശ്യമില്ല അല്ലേ. For example, I am a non case to Priyanka. We know each other. We are working together. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം എനിക്കിപ്പം ഹരീഷ് എന്ന് പറയുന്ന 30 വയസ്സുള്ള ആൾ എനിക്ക് അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ.
because she knows my age and I do not have to again explain how old am I. അപ്പൊ അത് എൻ്റെ ആവശ്യമില്ല. So if you are getting a non-case letter, you do not have to mention I am writing to refer a patient of yours who is 60 years old. എന്നൊന്നും നമ്മൾ അങ്ങനെ എഴുതാറില്ല. ബേസിക്കലി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നോൺ കേസ് ലെറ്ററിൽ നമ്മൾ എന്തായാലും ഏജ് ഒന്നും ഇത്ര ഏജ് ഉള്ള ആളിനെ റെഫർ ചെയ്യാനാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. സോ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ അൺനോൺ കേസ് ലെറ്റേഴ്സ്. ആൻഡ് അൺനോൺ കേസ് ലെറ്റർ ഏതുമായാലും നമ്മളത് എഴുതിയെന്ന് ഓർത്ത് ഇറ്റ് നെവർ വിൽ ബി എ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. സോ അതൊരു ആളുടെ അഡ്വാൻറ്റേജ് ആയിരിക്കും എപ്പോഴും. ആൻഡ് സാർ DOB നെക്സ്റ്റ് ലൈനിലാണോ എഴുതേണ്ടത്? ബോത്ത് ദർ ആർ മൾട്ടിപ്പിൾ റൂൾസ്. ഇപ്പം നമുക്ക് റെഫറൻസ് എഴുതിയിട്ട് പേഷ്യൻ്റ് പേര് കോമ DOB സെയിം ലൈനിൽ എഴുതാം, താഴേക്കും എഴുതാം. ബോത്ത് ആർ ആക്സെപ്റ്റഡ്. അപ്പോൾ അതിൽ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. അപ്പം ലേ ഔട്ടിനെ പറ്റി നിങ്ങൾ ഓവർലി ബോധരാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എക്സാക്ട്ലി ഇപ്പോൾ അഡ്രസ്സ് ഒക്കെ ആണെങ്കിലും എല്ലാം പോസും കാര്യങ്ങളും കോമയും ഫുൾ സ്റ്റോപ്പൊന്നും പാടില്ല. അത് ഓപ്പൺ എൻഡ് ആയിരിക്കണം, പ്രത്യേകിച്ചും അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ. ആൻഡ് അത് എക്സാക്ട്ലി എങ്ങനെയാണോ ഈ പറയുന്ന റൈറ്റിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അത് എക്സാക്ട്ലി നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കുന്നതാണ് അതുപോലെ യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്റ്റ്ഫുള്ളി കഴിഞ്ഞിട്ട് വാട്ട് ഷുഡ് ഐ റൈറ്റ്? ഷുഡ് ഐ റൈറ്റ് ലൈക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഓർ രജിസ്റ്റേർഡ് നഴ്സ് ഓർ ഷുഡ് ഐ റൈറ്റ് ദ നെയിം ഓഫ് ദ നഴ്സ് ഇസ് ഗിവൺ ഓർ ഫോൺ നമ്പർ ആൻഡ് എവറിത്തിങ്? ഇപ്പം നഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം എഴുതണോ? ഒന്നും വേണ്ട. ഓൾ യു നീഡ് ടു റൈറ്റ് ഇസ് നഴ്സ്, യുവേഴ്സ് സിൻസിയർലി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നഴ്സ് ഇസ് മോർ ദാൻ എനഫ്. ഇപ്പം നിങ്ങളോട് രജിസ്റ്റേർഡ് നഴ്സ് എഴുതി എന്ന് വിചാരിച്ചും അവിടെ ഈ പറയുന്നത് പോലെ എന്താ പറയുക, നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം നേഴ്സ് എന്ന് എഴുതി, മറ്റൊരു കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് എഴുതി, അല്ലെങ്കിൽ ഒരാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് എഴുതി. അപ്പം നേഴ്സ് എന്ന് എഴുതിയ ആൾക്ക് കുറച്ച് മാർക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എഴുതിയ ആൾക്ക് കൂടുതൽ മാർക്ക് കിട്ടില്ല. അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. അഗെയിൻ യൂസ് യുവർ കോമൺ സെൻസ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എഴുതിയത് കൊണ്ട് ആ കുട്ടിക്ക് കൂടുതൽ ലാംഗ്വേജ് ഉണ്ട് നേഴ്സ് എഴുതിയ കുട്ടീനേക്കാളും എന്ന് വിചാരിക്കുക? ഒരിക്കലും ഇല്ല. അപ്പം നേഴ്സ് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ബെറ്റർ സ്പെൻഡ് ദ ടൈം ഫോർ പ്രൂഫ് റീഡിങ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. Okay, yes, we have a question on YouTube as well. Despite having hydration, he is reluctant to drink fluid. Can we write 2 negative in writing? Despite having dehydration, he is reluctant to drink fluid. If it was the opposite way, it would have been okay, അല്ലേ? Yes. രണ്ടും നെഗറ്റീവ് സൈഡ് അല്ലേ? Negative side. Dehydration and reluctant to drink. ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ റിലക്റ്റന്റ് ആണ്. What do you think? So reluctant itself gives you a better idea. So he is reluctant. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നെഗറ്റീവ് അത് that doesn't even നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിൽ മടിയാണെങ്കിലും ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുന്ന പോലെ അല്ലേ? രണ്ടും ഒരു നെഗറ്റീവ്സ് ആണ്. മടിയാണെങ്കിലും he is trying to do something എന്ന് പറയുന്നത് പോലെയല്ല അല്ലേ? So it doesn't make any sense in English. It doesn't make any sense in the sense. നെഗറ്റീവ് അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ it doesn't make sense. അപ്പോൾ ഓപ്പോസിറ്റ് വേ ആയിരുന്നെങ്കിൽ it's fine. It was better, but it's a good question anyway. Definitely despite ആയിക്കോട്ടെ, however ആയിക്കോട്ടെ, although ആയിക്കോട്ടെ, but ആയിക്കോട്ടെ, whatever it is, ഒരു കോൺട്രാക്ടിങ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് എഴുതുമ്പോൾ the first half of the sentence should be positive and the second half should be negative. Opposite ആയാലും കുഴപ്പമില്ല. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. That would make sense. And in fact ഞാനിത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. നമ്മൾ ആക്ച്വലി സ്റ്റുഡൻസിന്, ഈ എക്സാം മാത്സ് സ്റ്റുഡൻസിന് വാട്ട് വി ഡു ഇസ് ലൈക്ക് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് തന്നെ 400 എബോ ഒക്കെ റൈറ്റിംഗിൽ കിട്ടിയ സ്റ്റുഡൻസിന്റെ പേപ്പേഴ്സ് ഷെയർ ചെയ്യാറുണ്ട്. സി ദിസ് ഇസ് ഹൗ ദേ യൂസ് ടു റൈറ്റ്. ആൻഡ് ഓൾസോ അവരെ കൊണ്ട് ഒന്നുകൂടെ അവരുടെ എക്സാം പേപ്പേഴ്സ് നമ്മൾ എഴുതിപ്പിക്കാറുണ്ട്. എനിവേ അത് അവർക്ക് 400 കിട്ടിയ ആ ഒരു പേപ്പർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും. എന്നാൽ പോലും അവരുടെ സ്കില്ല് കുറച്ചും കൂടെയൊക്കെ ഒന്ന് സ്റ്റുഡൻസ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ലൈക്ക് വി ഹവ് സീൻ ദ വേ ദറ്റ് ഇവ് കൺസ്ട്രക്റ്റഡ് സെന്റൻസസ്. നമ്മളൊരു സേഫ് സോൺ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കോറ് കുറഞ്ഞു പോകാനായിട്ട് സാധ്യത. ചിലപ്പോൾ എറർ ഫ്രീ ആയിരിക്കും, ബട്ട് ദെൻ എവറിത്തിങ് ഇസ് ലൈക്ക് എന്താ പറയാ, ഒരു ബേസ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ആയിരിക്കും ലാംഗ്വേജിനുള്ളത്. അപ്പം എറർ ഫ്രീ ആണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് അതിനകത്ത് തരാനായിട്ട് പറ്റില്ല, കാരണം ഇംപ്രസ് ചെയ്തിട്ടില്ല അല്ലെ? സോ ദാറ്റ് ഇസ് വെയർ the importance of complex sentence comes അല്ലെ? കോംപ്ലക്സ് സെന്റൻസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. എന്ന് വെച്ച് നമ്മള് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒരു സെന്റൻസിൽ ഒരു പാരഗ്രാഫിൽ എത്ര കോംപ്ലക്സ് സെന്റൻസുകൾ പറ്റും, എത്ര പറ്റും സർ? അങ്ങനെ ഒരു കണക്ക്, ഇറ്റ്സ് നോട്ട് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ദാറ്റ് യു ആർ ഡൂയിങ്. ലൈക്ക് ബേസിക്കലി
ഒരു ഒറ്റ സെന്റൻസ് ഉത്തരം പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതെ. അപ്പോൾ ആ കോൺടെക്സ്റ്റിന് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്ന സെന്റൻസുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലിമിറ്റ് ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ടു എൻറ്റയർലി ഫിൽ ഇൻ വിത്ത് കോംപ്ലക്സ് സെന്റൻസസ്. അതെ. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ബിക്കോസ് they should also feel that the candidate should have the capability of writing simple sentences and compound sentences as well. പല ടൈപ്പ് ഓഫ് കണ്ടീഷണൽസ്, പല ടൈപ്പ് ഓഫ് സെന്റൻസുകൾ എഴുതാൻ നമുക്ക് കേപ്പബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസിൽ മാത്രം കൂടുതൽ പമ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 300, 400, 500 അങ്ങനെ ആയി പോകണമെന്നില്ല. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ നമ്മൾ കൊണ്ടുവരണം. ആൻഡ് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇത്ര നമ്പറേ പാടുള്ളൂ അങ്ങനെ പോയിട്ട് പറയുന്നില്ല. എന്നാലും മാക്സിമം ഒരു മിനിമം ഒരു ലെറ്ററിൽ വരികയാണെങ്കിൽ ഒരു 5 to 6 ഒക്കെയാണ് മാക്സിമം. 4 to 6 എന്നൊക്കെ വേണേൽ പറയും. ഇത്രയൊക്കെയാണ് ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ പോസിബിലിറ്റീസ്. യൂഷ്വലി ഒരു ആവറേജ് ഇറ്റ് വേരീസ്, എന്നാലും വേരി ചെയ്യാം. അതിലും 4 to 6 ഒക്കെ വരാം കേട്ടോ. And we have one more question. Anshu, yes. Writing lateral nurse designation idano case note എന്താണോ തന്നത് അത് തന്നെ എഴുതണോ or registered nurse I have already answered that question, Anju. ഇപ്പം നമ്മൾ so last designation, ഇപ്പം രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പോലും എഴുതണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ രജിസ്റ്റേർഡ് നഴ്സ് എഴുതി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കൊന്നുമില്ല. ബട്ട് വാട്ട് ഐ വാസ് അഡ്വൈസിങ് ഇസ് നമുക്ക് അവിടെ സമയം വെറുതെ കളയേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രം. ഇപ്പൊ രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കോട്ടെ, ഓക്കുപേഷൻ ഹെൽത്ത് നഴ്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നഴ്സ് ആയിക്കോട്ടെ, നഴ്സ് വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ ഓർ ICU എവിടെ എന്തും ആയിക്കോട്ടെ, എന്ത് നഴ്സ് ആണെങ്കിലും നേഴ്സ് ഇസ് നേഴ്സ്. അപ്പൊ നമുക്ക് യുവർ സിൻസിയർലി ഓർ ഫെയ്ത്ത്ഫുള്ളി നേഴ്സ് അത് എഴുതണം. നേഴ്സ് എന്നുള്ളത് എഴുതണം. ബിക്കോസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലേ ഔട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നേഴ്സിന് പകരം രജിസ്റ്റേർഡ് നേഴ്സ് എഴുതിയെന്ന് ഓർത്ത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ബട്ട് ഇഫ് യു ഫീൽ യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് റൈറ്റിംഗ് ദാറ്റ്, ഡെഫിനറ്റ്ലി എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് മാത്രം. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം ഫിനിഷ് ചെയ്ത് കൃത്യമായിട്ടെല്ലാം പ്രൂഫ് റീഡ് ചെയ്യാനുള്ള സമയം. ഒരു രജിസ്റ്റേർഡ് എന്നുള്ള വാക്ക് എഴുതുന്നതുകൊണ്ട് അവിടെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നില്ല, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നമുക്കവിടെ ആ ഒരു ചെറിയ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു 1 minute നമുക്ക് ലാഭിക്കാൻ സാധിക്കും അല്ലേ. അത് എൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. സോ യു ക്യാൻ റൈറ്റ് എയ്തർ രജിസ്റ്റേർഡ് നഴ്സ് ഓർ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഓർ ഓക്കുപേഷൻ നഴ്സ് ഓർ നഴ്സ് വിച്ച് ഈസ് മോർ ദാൻ എനഫ്. Yes sir, but not only despite then ഇതൊക്കെ OET lateral allowed ആണോ? ഡെഫിനറ്റ്ലി. അപ്പോൾ അലൗഡ് അല്ല എന്ന് OET ഒരിക്കലും നിങ്ങൾ ഡിസ്പൈറ്റ് ഔട്ട് എഴുതരുത്, നോട്ട് ഓൺലി ഔട്ട് എഴുതരുത്, നെയ്തർ നോർ ഔട്ട് എഴുതരുത്, അങ്ങനെ ഒന്നും പറയുന്നില്ല. നമുക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഫോർമൽ ആണോ എന്നുള്ളതിലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് അലൗഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അല്ലെ. നമ്മളിപ്പം ഇഡിയംസ് ഒക്കെ അതൊരു റിട്ടേൺ ഫോമിന്റെ ഒരു ഭാഗമല്ല അല്ലെ. അല്ലെങ്കിൽ ഐ വിൽ എന്ന് എഴുതുന്നതിന് പകരം ഐ ഇങ്ങനെ മേലെ പോസ്റ്റ്രോഫ് ഇട്ടിട്ട് എൽ എന്ന് എഴുതാറുണ്ട്. ദാറ്റ്സ് അഗൈൻ നോട്ട് ഫോർമൽ. അപ്പം അത് നമ്മൾ ഒരിക്കലും റൈറ്റിംഗിലോട്ട് കൊണ്ടുവരുത്തും. അതുപോലെയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യു ആർ റൈറ്റിംഗ് എയ്തർ എ ഫോർമൽ ലെറ്റർ ഓർ എ സെമി ഫോർമൽ ലെറ്റർ. IELTS കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററോ അല്ലെങ്കിൽ സെമി ഫോർമൽ ലെറ്റർ ആണ് OET-ലും എഴുതുന്നത്. അതാണ് ആ സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി ഡിഫറൻസ് വരുന്നതും അത് തന്നെയാണ്. അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. യു ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെയർ ടു യൂസ് സിൻസിയർലി ആൻഡ് വെയർ ടു യൂസ് ഫെയ്ത്ത്ഫുള്ളി. ബേസിക്കലി ഫോർമൽ ലെറ്റർ ആണ് എഴുതുന്നത്. ഫോർമൽ ലെറ്ററിന് അതിൻ്റെതായ ഒരു ടോൺ ഉണ്ട്, അതിൻ്റെതായ ഒരു രീതിയുണ്ട്, വൊക്കാബുലറി ചോയ്സ് ഉണ്ട്. അതൊക്കെ ഉള്ളൂ. അതൊന്നും ഡിസ്പൈറ്റ് എഴുതാൻ പാടില്ല, അങ്ങനെ ഈ സെന്റൻസ് ഉപയോഗിക്കാം. ഇപ്പം നെവർദലെസ്, നൺദലെസ്, ഈവൻ ദോ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തായിരിക്കും ബെറ്റർ. അക്കാഡമിക് വേർഡ്സ് ആണ് ഈവൻ ദോ. ബട്ട് യു ക്യാൻ യൂസ് ദ റീപ്ലേസ്മെന്റ് ഓൾദോ ഉപയോഗിക്കാം. But even though is mostly used in academic context. Essay writing, thesis writing ലൊക്കെയാണ് കൂടുതൽ നമ്മൾ even though ഒക്കെ. അത് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ എന്താ പറയാ ഒരു that is more of ഒരു കമ്മ്യൂണിക്കേഷൻ ഫോർമൽ എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഷോ ആർ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജിന് മാത്രമാണ് അവിടെ ഫോക്കസ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ എന്ന് പറഞ്ഞാലും അത് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺ അല്ലേ. ഒരു ഫോർമൽ സ്പേസിൽ ഒരു ഫോർമൽ സെനാരിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് അധികം ഫോർമലായി പോകാനും പാടില്ല, താഴോട്ട് പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. യെസ് സർ, 2 പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നെങ്കിൽ റെഫറൻസ് എഴുതുമ്പോൾ 2 ലൈൻസിൽ ആണോ എഴുതേണ്ടത്? പേഷ്യൻസ് നെയിം ആൻഡ് DOB. സോ ഇഫ് ദാറ്റ്സ് എ വെരി റയർ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫോർ അവർ സ്റ്റുഡൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് എ മദർ ആൻഡ് ഡോട്ടർ, ഹസ്ബൻഡ് വൈഫ്, അങ്ങനെ 2 പേഷ്യൻസ് വരുന്നുണ്ട് എങ്കിൽ the first thing that you have to look is whether both these patients require care. അപ്പോൾ കേസ് നോട്ട്സിൽ 2 പേഷ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഇനീഷ്യലി ഒരു പേഷ്യൻ്റ് ഉണ്ടാവാം, ദെൻ ഓൺ എ ലേറ്റർ ഫേസ്
വൈഫ് പേഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ മകൻ പേഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഈസ് വെദർ ബോത്ത് ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ മദർ ഡോട്ടർ ഓർ മദർ സൺ റിക്വയർ കെയർ. രണ്ടുപേർക്കും കെയർ വേണോ വേണ്ടയോ എന്നാണ് നോക്കേണ്ടത്. ഇഫ് നമ്മൾ ലെറ്റർ എഴുതുന്ന റെസിപ്പിയൻസിന് രണ്ടുപേർക്കും കെയർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ റെഫറൻസിൽ ആഡ് ചെയ്യണം. ബിക്കോസ് വി ആർ ആക്ച്വലി റെഫറിങ് 2 patients instead of 1. യൂഷ്വലി നമ്മൾ എഴുതുന്ന 99% കേസ് നോട്ട്സിലും വി ഡീൽ വിത്ത് എ സിംഗിൾ പേഷ്യൻറ്റ്. ബട്ട് ഇഫ് യു റിസീവ് എ കേസ് നോട്ട് വെയർ there are 2 patients and both these patients require care from the receiver or recipient of the letter, you have to definitely write both their name and date of birth line by line. അതിപ്പോൾ ലൈൻ ബൈ ലൈൻ എഴുതുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് പേഷ്യൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, സെക്കൻഡ് പേഷ്യൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ലൈൻ ബൈ ലൈൻ താഴോട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. Okay, fine. I think there are questions you have missed, I guess. Okay. Sandra, when we do Reading part A in capital. capital letters, should we also write in the units? Of course, capital letters നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ you can go with every letter capital തന്നെ എഴുതാം കേട്ടോ. like MG, ML. Yes, yeah, of course. definitely. Okay, yes. So, next question is, sir, 2 patients in a refer ചെയ്യുന്നെങ്കിൽ reference എഴുതുമ്പോൾ I think you have Yeah, mentioned we that. have Sorry, discussed I that. Yeah, read yeah. again. I think that is clear for you, right? Yes, speaking in true, I'm a registered nurse പറഞ്ഞാൽ okay ആണോ അതോ മാറ്റി പറയണോ? No problem, that's perfectly fine. അത് it's good that you have if you make any changes. പക്ഷെ registered nurse എന്നുള്ളത് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, അത് കറക്റ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ സോ മച്ച് നീഡഡ്. ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത ദാറ്റ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടാത്ത ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ, അത് ജസ്റ്റ് എക്സാമിൻ കേസാണ്. ഇൻ റെസ്റ്റ് ഓഫ് ദ കേസസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഞാൻ എന്തൊക്കെ ഇൻഫർമേഷൻ പറയണം തുടക്കത്തിൽ എന്നുള്ളത് യു ഷുഡ് ഹാവ് എൻ ഐഡിയ. സോ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഐ എം എ രജിസ്റ്റർഡ് നഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ എന്ന് പറയാം, ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. And there is a question for you. I think it's for you. മദർ ആൻഡ് ചൈൽഡ് yes, വരുമ്പോൾ ലെറ്ററിൽ 2 പേരുടെ നെയിമും മെൻഷൻ ചെയ്യണോ? Yeah, Sonia, I think I have just now I think discussed on the same question which was asked by Krishna Priya Akhil. I think that is clear to you now. Clear ആണെങ്കിൽ സോണിക്ക് പറയാം കേട്ടോ. Or should I ക്ലിയർ അല്ലെങ്കിൽ പറയാം. പറയാം. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞതുപോലെ കെയർ വേണമെങ്കിൽ രണ്ടുപേരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതാം കേട്ടോ. Of course. Then, And Shiva, why is it necessary to write the before an organ's name when attending reading part A? Okay, fine. So ഇത് ആർട്ടിക്കിൾ റൂൾസ് ആണ്. നമ്മൾ ലിസണിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആർട്ടിക്കിൾസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എന്താ പറയാ, ഇറ്റ്സ് പാർട്ട് ഓഫ് ഓർഗൻസ് അല്ലേ? ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് ഇൻ ഹോസ്പിറ്റൽ സെനാരിയോ, ഹോസ്പിറ്റൽ തന്നെ പല ഒരു ശരീരത്തിൽ ബോഡി പാർട്സ് പോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഓർഗൻസ് ആയിട്ടൊന്ന് അസ്യൂം ചെയ്ത് നോക്കുക അല്ലെ, ജസ്റ്റ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുക, ദ ICU എന്നാണ് പറയുക അല്ലെ. അത് ഒരു എൻറ്റിറ്റിയിൽ അകത്ത് നിൽക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് പോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡിയിൽ നിൽക്കുന്ന ബോഡി പാർട്സ്, ദ നെക്ക്, ദ സ്റ്റൊമക്ക് എന്നൊക്കെ പറയുന്ന ബോഡി പാർട്സ്. It has got importance. അതാണ് നമ്മൾ ആർട്ടിക്കിൾ റൂൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ റൂൾ ആണ്. ഇനി അഗൈൻ അത് എഴുതണം ഇമ്പോർട്ടന്റ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ റീഡിങ്ങിലായിക്കൊള്ളട്ടെ ലിസണിങ്ങിലായിക്കൊള്ളട്ടെ ആർട്ടിങ് ഇസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഓപ്ഷണൽ. ബട്ട് ദെൻ നമ്മൾ ട്രെയിൻ ചെയ്യാൻ നേരത്ത് ഇപ്പൊ നമ്മൾ തന്നെ ആൻസർ കീ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ദ റൈറ്റ് ഹാൻഡ് എന്നുണ്ടാവും, ദ വിൽ ബി ഇൻ ദ ബ്രാക്കറ്റ്സ്. ദ ബ്രാക്കറ്റിലാണ് കൊടുക്കാറ് അല്ലേ? പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ബോഡി പാർട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതൊരു ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾസ് എഴുതുന്നതാണ് അതിൻ്റെ നല്ലത്. അതാണ് അതിൻ്റെ കറക്റ്റ് വേ. ആൻഡ് ദോ ഇറ്റ് ഇസ് ഓപ്ഷണൽ. ഓക്കെ, സോ ഓപ്ഷണൽ ആണെങ്കിൽ പോലും പിന്നെ ഹിസ് റൈറ്റ് ഹാൻഡ് എന്നുണ്ടെങ്കിൽ പിന്നെ ഹിസ് ദ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് മെൻഷൻഡ് പിന്നെ ഒരു ദ ആവശ്യമില്ല. ബട്ട് ദെൻ നമ്മൾ ആർട്ടിക്കിളിൽ നിന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴുള്ള പ്രശ്നമാണ്, കാരണം അവർ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള പൊതുവായിട്ടുള്ള മിസ്റ്റേക്സ് ആണ്, ഹിസ് എന്ന് ഓൾറെഡി അല്ലെങ്കിൽ ഹെർ എന്ന് ഓൾറെഡി കിടപ്പുണ്ടാവും, പിന്നെ നമ്മൾ പിന്നെ ഒരു ദ റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പോകും. സോ ദാറ്റ് ഇസ് എ കോമൺ മിസ്റ്റേക്സ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. And there is a question in YouTube, Sophie Joseph. Shall we start a paragraph with also? Definitely. ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ അങ്ങനെ റൂളൊന്നുമില്ല, അതിന് ഓൾദോ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടും എന്നൊന്നും നിയമമില്ല. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ്. സോ ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ പാരാഗ്രാഫ്
demands a sentence which has to begin with although, definitely നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അല്ലെ, ഒരു ആൾക്ക് പോലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ യൂഷ്വലി അങ്ങനെ കാണാറില്ല. യൂഷ്വലി നമ്മളൊരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഓൾദോ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതേണ്ട കോണ്ടെക്സ്റ്റുകൾ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ വരാറില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ഇഫ് ദാറ്റ് സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഷുവർലി യു ക്യാൻ റൈറ്റ്, ബട്ട് സ്റ്റിൽ ഞാനാണെങ്കിലും കറക്റ്റ് ആലോചിച്ച് നോക്കുമ്പോൾ although is something that connects an information അല്ലേ, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ although എഴുതുക അല്ലേ. ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങൊന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങാൻ പറ്റില്ലല്ലോ. പാരഗ്രാഫ് മീൻസ് വാട്ട്? പാരഗ്രാഫിൽ നമ്മൾ എവറി പാരഗ്രാഫ് ഷുഡ് ഹാവ് എ ഫോക്കസ്. ഓരോ ടോപ്പിക് ബേസ്ഡ് ആണ് ഓരോ പാരഗ്രാഫും പോകുന്നത് അല്ലേ. പെട്ടെന്ന് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾദോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് അവിടെ ഒരു കണക്ഷൻ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അബ്രപ്റ്റ് സ്റ്റാർട്ടിംഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല if that situation demands. Yes. Okay, so I think we've gone through some of the doubts that they've asked, and I think it's every questions were very relevant. Definitely. വളരെ relevant ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാവരും ചോദിച്ചത്. And we have forgotten to greet most of the comments അല്ലേ. അതെ. Leju, good evening, and ഒരുപാട് കമന്റ്സ് ഗുഡ് ഈവനിങ് വന്നിട്ടുണ്ട്. സോറി ഫോർ മിസ്സിംഗ് ഇറ്റ് ഔട്ട്. എന്തായാലും നമ്മൾ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ്ലി പോയതുകൊണ്ടാണ്. ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എഴുതുക. ആൻഡ് ഇനി ഫെർദർ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സമയത്തിന്റെ പരിമിതി മൂലമാണ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. But then even if still you have doubt, you can give it as a message in Instagram, Telegramൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതല്ല text us in our number, or you can mention it as a comment ആയിട്ട് മെൻഷൻ ചെയ്യാം. വിൽ ബി ചെക്കിങ് ഇറ്റ്. കാരണം നാളെ സാറ്റർഡേ രാവിലെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉത്തരം തരേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും തരുന്നുണ്ടാവും. So all the very best to all the students who are going to write examination. We understand how important each exam is. So like നമ്മൾ എക്സാം ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തെടുത്ത് പോവുകയല്ല വേണ്ടത്. നമ്മൾ കൃത്യമായ ഒരു പ്രിപ്പറേഷനും അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകണം. കുറച്ച് കുട്ടികളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ദറ്റ് 2 എക്സാം 3 എക്സാം എടുക്കുന്നതിൽ നമുക്ക് ആവേശമുണ്ട്, അത്രത്തോളം നമ്മൾ പ്രിപ്പറേഷനിൽ ആവേശം കാണിക്കാതെ. അപ്പം അങ്ങനെ ആവരുത്. ഇനി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരു ദിവസം പോലും ഞാൻ എക്സാം എഴുതണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈച്ച് ഡേ നല്ല രീതിയിൽ നിങ്ങളൊരു നല്ല സ്ഥലത്താണെങ്കിൽ ഈച്ച് ഡേ നമ്മൾ റിഫൈൻഡ് ആയി വരും. ഐ എം നോട്ട് ടെല്ലിങ് ദിസ്, ഞാൻ വെറുതെ പറയല്ല. നമ്മൾ ഒരു സാധനത്തിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഫോർ മൈ സ്റ്റുഡൻസ് ഞാൻ എടുക്കുന്നത് സ്പീക്കിംഗ് മൊഡ്യൂളാണ്. അപ്പോൾ സ്പീക്കിംഗ് മൊഡ്യൂൾ ഓരോ ഡിസ്കഷൻ സെഷൻസ് കഴിയാൻ നേരത്തെ ഐ എം ഷുവർ ദറ്റ് ദേ ആർ ഗെയിനിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അവരൊരു പാറ്റേണിലോട്ട് ഒരു ട്രാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഭയങ്കര ഷ്യൂറിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണ് അത്. റീഡിങ് ആയിക്കൊള്ളട്ടെ, ലിസണിങ് ആയിക്കൊള്ളട്ടെ, സ്പീക്കിംഗ് ആയിക്കൊള്ളട്ടെ, റൈറ്റിംഗ് ആയിക്കൊള്ളട്ടെ, എല്ലാ മൊഡ്യൂളിനും അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. സോ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾ റിഫൈൻഡ് ആവുക തന്നെ ചെയ്യും. അതെല്ലാം നിങ്ങൾ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആരും പാനിക് ആവാതെ നന്നായിട്ട് കാമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക. ബിക്കോസ് OET തന്നെ പറയുന്നതാണ്, എസ്പെഷ്യലി റൈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ എവറി ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് എ പ്രോബ്ലമാറ്റിക് പോയിന്റ്, ഓർ ഇൻ സിമ്പിൾ ടേം എവറി ക്വസ്റ്റ്യൻ വിൽ ഹാവ് സം കൺഫ്യൂസിങ് എലമെന്റ്സ് for the students. Yes. One last question, that is Lakshmi Jay. ഞാൻ സ്പീഡിൽ പറയാം. ടിപ്സ് ഫോർ റീഡിങ് ആൻഡ് ലിസണിങ് എന്നാണ്. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഡു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഐ എം ഷുവർ ദറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു റൈറ്റ് എക്സാം ദിസ് സാറ്റർഡേ. നാളെ എഴുതാൻ പോകുന്ന ആളല്ല എന്തായാലും ഇത് ചോദിച്ചേക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് ഐ കൻ ടെൽ യു, യെസ്, ദർ ആർ ടിപ്സ് ആൻഡ് ട്രിക്സ്. അത് ഓരോ പാർട്ടിനുണ്ട്. A പാർട്ടിനുണ്ട്, B പാർട്ടിനുണ്ട്, C പാർട്ടിനുണ്ട്. അങ്ങനെ പാർട്ട് വൈസ് ആണ് പോകേണ്ടത്. അത് നമ്മൾ ചുമ്മാ ടിപ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവില്ല. അതിനോടൊപ്പം നമ്മൾ ആ ടിപ്സ് ഉപയോഗിച്ച് മെറ്റീരിയൽസ് ചെയ്ത് വേണം പോവാൻ. അതൊരു ഗ്രാജുവലി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആർട്ടിക്കിളിൻ്റെ കാര്യം, ഇപ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അത് എപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ ആ ഒരു ഇടാനായിട്ട് നമ്മൾ ഓർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കേട്ട് പോയാൽ അത് നമുക്ക് ആവില്ല. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾസ് A ആനൊക്കെ. അങ്ങനെ A പാർട്ടിലും B പാർട്ടിലും C പാർട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് പറഞ്ഞു തരാനായിട്ട് ആക്ച്വലി ഇറ്റ്സ് എ ലോങ് ടോപ്പിക് ടു ഡിസ്കസ്. എനിവേ, പറഞ്ഞു തന്നാലും അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്ത് തന്നെ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. ദർ ഇസ് എ ട്രാക്ക്, വി ഹാവ് ടു ഗോ ഇൻ ദാറ്റ് ട്രാക്ക് കൺസിസ്റ്റൻ്റ്ലി. കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഇസ് നീഡഡ്. ഓക്കെ, so I think thank you Lakshmi, and thank you Bintu, Shiva, Lima,
Liju, Sona, everyone. Thank you so much. So all the very best, and it's me Harish signing off. Priyanka signing out. Thank you.